നമസ്കാരം. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 മാർച്ച് 31 തിങ്കളാഴ്ച. ഞാൻ എം ജയപ്രകാശ്. എമ്പുരാൻ ഇന്നും പത്രങ്ങൾക്ക് പ്രധാന വാർത്തയാണ്. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കുമെന്ന് വാർത്തകൾ വന്നതോടെ എമ്പുരാൻ സിനിമ കാണാൻ തിരക്കേറി. ഫേസ്ബുക്കിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു. കുറിപ്പ് പങ്കുവച്ച് പൃഥ്വിരാജ്. ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ അംഗീകരിച്ച് ഹമാസ്. എന്നാൽ ബദൽ നിർദ്ദേശം സമർപ്പിച്ചതായാണ് ഇസ്രായേൽ വാദം. വംശഹത്യയുടെ ദുരിതത്തിനിടെയാണ് ഫലസ്തീനികളുടെ ഈദുൽ ഫിത്തർ. ആശാസമരം ഇന്ന് 50-ാം ദിവസമാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിലും ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിലും പ്രതിഷേധിച്ച് ഇന്ന് ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കും. പത്രത്താളുകളിലൂടെ വിശദമായി. ആദ്യം മാതൃഭൂമിയിലേക്കാണ്. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കുമെന്ന് വാർത്തകൾ വന്നതോടെ എമ്പുരാൻ സിനിമ കാണാൻ വൻ തിരക്ക്. ഒറ്റ ദിവസം കൊണ്ട് 2 ലക്ഷം ടിക്കറ്റുകൾ വിറ്റതായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ശനിയാഴ്ച സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു. അതിനിടെ നായകൻ മോഹൻലാൽ സിനിമയുടെ പ്രമേയത്തെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. വിവാദ ഭാഗങ്ങൾ നീക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം സാമൂഹിക മാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. സംവിധായകൻ പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിൻ്റെ കുറിപ്പ് സ്വന്തം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ തിരക്കഥാകൃത്ത് മുരളി ഗോപി നിശബ്ദത തുടർന്നു. ഞായറാഴ്ച മോഹൻലാലിൻ്റെ കുറിപ്പ് വന്നതോടെ ടിക്കറ്റ് വിൽപ്പന കുതിച്ചുയർന്നു. 3 മണി മുതൽ 4 മണി വരെയുള്ള 1 മണിക്കൂറിൽ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലൂടെ 20,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ചിത്രത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കുക എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ആദ്യ 45 മിനിറ്റിലാണ് ഗുജറാത്ത് കലാപത്തെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളുള്ളത്. ഇതിലെ ഭാഗങ്ങളായിരിക്കും കൂടുതലായി ഒഴിവാക്കുക. NIA-യുടെ ബോർഡ് കാണിക്കുന്ന ദൃശ്യങ്ങളും ലഷ്കർ-ഇ തോയ്ബയുടെ പരിശീലന ക്യാമ്പുമെല്ലാം ഒഴിവാക്കുമെന്നും അറിയുന്നു. ഏതു മാറ്റത്തിനും സെൻസർ ബോർഡിൻ്റെ അംഗീകാരം വേണം. പുതിയ പതിപ്പ് അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രദർശിപ്പിക്കുമെന്ന് സൂചനയുണ്ടെങ്കിലും നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അതിനിടെ മോഹൻലാലിനറിയാത്ത ഒരു കാര്യവും സിനിമയിലില്ലെന്ന് പൃഥ്വിരാജിൻ്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ പറഞ്ഞു. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ വേണ്ടെന്നും മല്ലിക പറഞ്ഞു. ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ ആവിഷ്കാരത്തിൽ കടന്നുവന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമമുണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു എന്നാണ് മോഹൻലാലിൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. ഒരു കലാകാരൻ എന്ന നിലയിൽ തൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ സിനിമയിൽ നിന്ന് നീക്കാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. 4 പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവുമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും കുറിപ്പിൽ പറയുന്നു. ആശമാരുടെ സമരം ഇന്ന് 50-ാം ദിവസമാണ്. ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തിങ്കളാഴ്ച 50 ദിവസം. ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിലും ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിലും പ്രതിഷേധിച്ച് തിങ്കളാഴ്ച 11-ന് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്പന്തലിൽ മുടിമുറിക്കും. ഇന്ന് സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശമാരുടെ തീരുമാനം. ഗസ വെടിനിർത്തൽ അംഗീകരിച്ച് ഹമാസ്. മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഹമാസ്. എന്നാൽ
മൂന്നാം മധ്യസ്ഥ രാജ്യമായ US-ഉമായി ആലോചിച്ച് ബദൽ നിർദ്ദേശം സമർപ്പിച്ചതായി ഇസ്രായേൽ നേതൃത്വം. ഇസ്രായേൽ അപ്രതീക്ഷിതമായി ആക്രമണം പുനരാരംഭിച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാൻ അടുത്തിടെയാണ് ഈജിപ്ത് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 2 ദിവസം മുൻപ് കരട് നിർദ്ദേശം ലഭിച്ചതായും അത് അംഗീകരിക്കുന്നതായും ടെലിവിഷൻ സന്ദേശത്തിൽ ഗസയിലെ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ അറിയിച്ചു. ഇസ്രായേൽ ഗസയിലേക്കുള്ള സഹായം അനുവദിക്കുകയും വെടിനിർത്തുകയും ചെയ്താൽ പകരമായി ഗസയിൽ നിന്ന് ഒരു അമേരിക്കൻ ഇസ്രായേലി ഉൾപ്പെടെ 5 ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് ഹമാസ് നിലപാട്. പകരമായി 100 കണക്കിന് തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കണം. ഹമാസ് അംഗീകരിച്ച നിർദ്ദേശത്തോടുള്ള പ്രതികരണമായി ഇസ്രായേൽ വെച്ച നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല. ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിന് വൈറ്റ് ഹൗസ് ഹമാസിനെ കുറ്റപ്പെടുത്തിയിരുന്നു. നിലവിൽ ഹമാസ് ബന്ദികളാക്കിയ 51 പേരെയും വിട്ടയക്കുന്നതുവരെ ഗസയിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ നിലപാട്. ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടുകയും ഗസ വിടുകയും ചെയ്താൽ മാത്രമേ അന്തിമ കരാറിനുള്ളൂവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പറഞ്ഞു. എന്നാൽ ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തലും സൈനിക പിന്മാറ്റവും ഫലസ്തീൻ തടവുകാരുടെ മോചനവും നടപ്പായാൽ മാത്രമേ ബാക്കി ബന്ദികളെ വിട്ടയക്കൂ എന്ന് ഹമാസ് പറയുന്നു. അതിനിടെ ഇസ്രായേൽ ക്രൂരതകൾക്കിടെയും ഗസയിൽ ഫലസ്തീനികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. 24 മണിക്കൂറിനിടെ ഗസയിൽ വ്യാപക ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടിരുന്നു. വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾ താമസിച്ചു വന്ന ജെനിൻ, തുൽക്കറം, നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പുകൾ പൂർണ്ണമായി തുടച്ചു നീക്കുന്ന പദ്ധതി ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിലുള്ളവരെ സമീപ പ്രദേശങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുകയാണ് ലക്ഷ്യം. ഇസ്രായേലിൽ ഭരണകൂടത്തിനെതിരായ വംശജരുടെ പ്രതിഷേധം തുടരുകയാണ്. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ വില ബന്ദികളുടെ ജീവനാണ്. പ്രതിഷേധക്കാർ തെൽ അവീവിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പോലീസുമായി ചെറിയ സംഘർഷങ്ങളുണ്ടായി. യുദ്ധം നമ്മുടെ ബന്ദികളെ വീട്ടിലേക്ക് കൊണ്ടുവരില്ല, അത് അവരെ കൊല്ലുമെന്ന് മരിച്ച ബന്ദിയായ ഇറ്റേ സിർസ്കിയുടെ ബന്ധു തെൽ അവീവിൽ ആഴ്ചതോറുമുള്ള കുടുംബങ്ങളുടെ ഒത്തുചേരലിൽ പറഞ്ഞു. പ്രത്യാശയോടെ മാലിന്യമുക്ത കേരളത്തിലേക്ക്. മാലിന്യമുക്തം 99% പഞ്ചായത്തുകൾ. കേരളത്തിലെ 99.26% ഗ്രാമപഞ്ചായത്തുകളും മാലിന്യമുക്തമായി. 82 മുനിസിപ്പാലിറ്റികളും 5 കോർപ്പറേഷനുകളും ഈ പദവി കൈവരിച്ചു. 941-ൽ 934 പഞ്ചായത്തുകളിലും മാലിന്യമുക്ത പ്രഖ്യാപനം നടന്നു. ഞായറാഴ്ച അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലായിരുന്നു പ്രഖ്യാപനം. ഏപ്രിൽ 9 തിരുവനന്തപുരത്ത് നടക്കുന്ന വൃത്തി കോൺക്ലേവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രഖ്യാപനം നടത്തും. മുനിസിപ്പാലിറ്റികളിൽ 94.25%, കോർപ്പറേഷനുകളിൽ 83.33% എന്നിങ്ങനെയാണ് മാലിന്യമുക്ത പ്രഖ്യാപനത്തിൻ്റെ കണക്ക്. ബാക്കിയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പദവി കൈവരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ 19,093 വാർഡുകളും ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഉൾപ്പെടെ 1021 തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതായി മന്ത്രി MB രാജേഷ് പറഞ്ഞു. ആകെ തദ്ദേശ സ്ഥാപനങ്ങളുടെ 98.47% വരുമിത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രഖ്യാപനം നടന്നു. 5-നകം ജില്ലാതലങ്ങളിൽ പ്രഖ്യാപനം പൂർത്തിയാകും. ശമ്പള പരിഷ്കരണ കുടിശ്ശിക 2 ഗഡു PF-ൽ ലയിപ്പിച്ചു. തിരുവനന്തപുരം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ആദ്യ 2 ഗഡു PF-ൽ ലയിപ്പിക്കാൻ ഉത്തരവായി. വിരമിച്ച ശേഷമോ ഈ വർഷം ഏപ്രിൽ മുതലോ ഏതാണോ ആദ്യം അന്നു മുതൽ പിൻവലിക്കാം. 25% വീതമാണ് ഓരോ ഘടുവും. ഏകദേശം 2000 കോടി രൂപ ഇതിന് വേണ്ടിവരും. നഗരനയം. കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ്. തൃശ്ശൂരും കൊച്ചിയും ഫിൻടെക് ഹബ്ബ്. കോഴിക്കോട് സാഹിത്യ നഗരം. കണ്ണൂർ ഫാഷൻ സിറ്റി. തിരുവനന്തപുരം, കൊല്ലം വിജ്ഞാന ഇടനാഴി. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് നഗരങ്ങളെ ബ്രാൻഡ് ചെയ്യണമെന്ന് കേരള നഗരനയ കമ്മീഷൻ റിപ്പോർട്ട്. തൃശ്ശൂരിനെയും കൊച്ചിയെയും ധനസാങ്കേതികവിദ്യ
ഹബ്ബ്, പാലക്കാടും കാസർഗോഡും വ്യവസായ സ്മാർട്ട് സിറ്റികൾ, ഗവേഷണ പ്രോത്സാഹനത്തിന് തിരുവനന്തപുരം, കൊല്ലം വിജ്ഞാന ഇടനാഴി, കണ്ണൂർ ഫാഷൻ സിറ്റി, കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, എറണാകുളം എന്നിങ്ങനെ വിദ്യാഭ്യാസ ആരോഗ്യ ഹബ്ബുകൾ, കോഴിക്കോട് സാഹിത്യ നഗരം എന്നിങ്ങനെ ബ്രാൻഡ് ചെയ്യാനാണ് നിർദ്ദേശം. വ്യവസായങ്ങൾക്കായി പുനരുപയോഗ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സൗഹൃദ വ്യവസായ പാർക്കുകൾ തുടങ്ങണം. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്കായി തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെ ക്ലസ്റ്ററുകൾ സ്ഥാപിക്കണമെന്നും എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സിറ്റി ബിസിനസ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകരിക്കണമെന്നും ശുപാർശയുണ്ട്. സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് മന്ത്രി എം.ബി. രാജേഷ്, കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എം. സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ട് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് ശേഷം നടപ്പാക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. മസ്ജിദിൽ സ്ഫോടനം, 2 പേർ പിടിയിൽ. മുംബൈ മസ്ജിദിൽ ജലറ്റിൻ സ്റ്റിക്ക് ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയതിന് 2 പേർ അറസ്റ്റിലായി. ബീഡ് ജില്ലയിൽ അർദ്ധ മസ്ല ഗ്രാമത്തിലെ പള്ളിയിൽ ഇന്നലെ പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ വിജയ് രാമഗവാനെ, ശ്രീരാം അശോക് സാഗ്ഡെ എന്നിവരാണ് പിടിയിലായത്. ആർക്കും പരിക്കില്ല. പള്ളിക്ക് നാശനഷ്ടമുണ്ടായി. മ്യാൻമാർ മരണം 1700 കടന്നു. ട്രെയിൻ, വിമാന സർവീസുകളില്ല. ഭൂകമ്പത്തിനിടയിലും ബോംബിംഗ്. രക്ഷാപ്രവർത്തനം അവതാളത്തിൽ. ആഭ്യന്തര യുദ്ധവും റെയിൽവേ, വിമാന സർവീസുകൾ പുനരാരംഭിക്കാത്തതും മൂലം മ്യാൻമർ ഭൂകമ്പത്തിലെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിൽ. സൈനിക ഭരണകൂടത്തിനെതിരെ പോരാടുന്ന പ്രതിപക്ഷ സായുധ സേന ആഭ്യന്തര യുദ്ധം 2 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. എന്നാൽ ഭരണകൂടം ഇന്നലെ ശക്തമായ വ്യോമാക്രമണം നടത്തി ഭൂകമ്പബാധിതരുടെ ദുരിതം ഇരട്ടിയാക്കിയതായി വിമതസേന ദി കാരൻ നാഷണൽ യൂണിയൻ ആരോപിച്ചു. ഇന്ത്യ, ചൈന, സിംഗപ്പൂർ, തായ്ലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകർക്ക് രാജ്യത്തിൻ്റെ പല ഭാഗത്തും സഹായവുമായി എത്താനായില്ല. റോഡുകളും പാലങ്ങളും തകർന്ന നിലയിലാണ്. ഭൂകമ്പ പ്രഭവ കേന്ദ്രത്തിന് സമീപമുള്ള പ്രദേശങ്ങളിലൊന്നും സഹായങ്ങൾ എത്തിക്കാനായിട്ടില്ലെന്നും ജനങ്ങൾ സ്വയം അതിജീവിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ട്രെയിൻ, വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കാൻ സൈനിക തലവൻ മിൻ ഓങ് ലെയിങ് നിർദ്ദേശിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:50 ഭൂകമ്പത്തിൽ മരണസംഖ്യ 1700 3400 പേർക്ക് പരിക്കേറ്റെന്നും 300 പേരെ കാണാനില്ലെന്നുമാണ് വിവരം. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ദുർഗന്ധം പരന്നു തുടങ്ങി. അതിനിടെ ഇന്നലെ പുലർച്ചയ്ക്ക് ശേഷം റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രതയുള്ള തുടർചലനമുണ്ടായത് ആശങ്കയ്ക്കിടയാക്കി. രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു. ഉയർന്ന ചൂടും മഴക്കാലമടുത്തതും രക്ഷാപ്രവർത്തനം വൈകിയാൽ പകർച്ചവ്യാധികൾ പകരാനിടയാക്കുമെന്ന് റെഡ് ക്രോസ് മുന്നറിയിപ്പ് നൽകി. ഇതേ ഭൂകമ്പത്തിൽ തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 18. 76 പേരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടാവുമെന്നാണ് വിവരം. CPM-ന് പ്രായപരിധി കുരുക്ക്. വരുമോ വീണ്ടുമൊരു മലയാളി ജനറൽ സെക്രട്ടറി? വാർത്താ മാധ്യമത്തിലാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പതിവിന് വിരുദ്ധമായി പല പേരുകൾ എന്നതാണ് മധുരയിലെ പാർട്ടി കോൺഗ്രസിന് അരങ്ങുണരുമ്പോൾ CPM-ലെ നില. ബുധനാഴ്ച തുടങ്ങുന്ന പാർട്ടി കോൺഗ്രസിൽ സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ തേടുന്ന CPM-ന് പ്രായപരിധി കുരുക്ക്. പാർട്ടി വ്യവസ്ഥ പ്രകാരം 75 പിന്നിട്ട 7 പേർ ഇക്കുറി PB-യിൽ നിന്ന് പുറത്തുപോകണം. തലമുറ മാറ്റം അനിവാര്യമെങ്കിലും അത് എങ്ങനെ നടപ്പാക്കുമെന്ന വിഷമസന്ധിയിലാണ് പാർട്ടി. നാളിതുവരെ രാജ്യത്ത് CPM-ൻ്റെ മുഖമായി നിറഞ്ഞു നിന്നവർ ഒന്നിച്ചു പടിയിറങ്ങിയാൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പതിവിന് വിരുദ്ധമായി പല പേരുകൾ എന്നതാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസിന് അരങ്ങുണരുമ്പോൾ CPM-ലെ നില. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, സൂര്യകാന്ത് മിശ്ര, സുഭാഷിണി അലി, G. രാമകൃഷ്ണൻ എന്നിവരാണ് പോകേണ്ടവർ. ഇവരിൽ ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ തുടങ്ങിയവർ സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയാകാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടവരാണ്. ഇവർ വരണമെങ്കിൽ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കണം. 2022 കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയന് മുഖ്യമന്ത്രി എന്ന പരിഗണനയിൽ പ്രായപരിധി ഇളവ് നൽകിയിരുന്നു. കേരളത്തിൻ്റെ തുടർഭരണം എന്ന ചരിത്ര നേട്ടത്തിൽ കൂടുതൽ കരുത്തനായ പിണറായി വിജയന് ഇക്കുറിയും ഇളവ് ഏറെക്കുറെ ഉറപ്പാണ്.
ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണയുള്ള ആൾക്കും പ്രായപരിധി ഇളവ് ലഭിച്ചേക്കും. ഇതിൽ മുന്നിലുള്ള പേര് ബൃന്ദയുടേതാണ്. ദീർഘകാലമായി ദേശീയ രാഷ്ട്രീയത്തിൽ CPMൻ്റെ വനിതാ താരമാണവർ. പ്രകാശ് കാരാട്ടിൻ്റെ സഹധർമ്മിണി എന്ന അംഗീകാരവും ഒപ്പമുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ CPMൻ്റെ ആദ്യ വനിതാ ജനറൽ സെക്രട്ടറിയാകും അവർ. ദീർഘകാലം ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാരാണ് സജീവമായി പരിഗണിക്കപ്പെടുന്ന മറ്റൊരാൾ. അദ്ദേഹത്തിന് പ്രായപരിധി ഇളവ് നൽകി ത്രിപുര സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിലനിർത്തിയത് ഈ സാധ്യത മുന്നിൽ കണ്ടാണ്. തപസ് സെൻ, സൂര്യകാന്ത് മിശ്ര എന്നീ പേരുകളാണ് ബംഗാളിൽ നിന്ന് ഉയരുന്നത്. 3 പതിറ്റാണ്ടിൻ്റെ ഭരണ കുത്തകയിൽ നിന്നുള്ള തകർച്ചയിൽ നിന്ന് തിരിച്ചുവരവിന് സാധിക്കാത്ത ബംഗാൾ ഘടകത്തിന് തങ്ങളുടെ ഒരാളെ പാർട്ടിയുടെ അമരത്ത് പ്രതിഷ്ഠിക്കാനുള്ള കരുത്ത് ഇപ്പോഴില്ല. പ്രകാശ് കാരാട്ട് വീണ്ടും വരണമെങ്കിൽ പ്രായപരിധിക്കൊപ്പം ഒരാൾക്ക് 3 ടേം നിബന്ധനയിലും ഇളവ് നൽകണം. ഇരട്ട ഇളവിനുള്ള സാധ്യത വിരളമാണ്. വെല്ലുവിളി ഏറ്റെടുത്ത് തലമുറ മാറ്റത്തിന് മധുര പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ കേരളത്തിന് കോളടിച്ചേക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 2 പേരിൽ ഒന്ന് MA ബേബിയുടേതാണ്. മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ധാവളെയും. കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നീണ്ടകാലമായി പോരാടിയ ധാവളെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡന്റാണ്. കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 2022 മാത്രം PBയിലെത്തിയ പുതുമുഖമെന്നതാണ് ഒരു മൈനസ്. അതേസമയം ബംഗാൾ ഘടകത്തിൻ്റെ പിന്തുണ ധാവളയ്ക്ക് ലഭിക്കും. 2012 മുതൽ PBയിൽ പ്രവർത്തിക്കുന്ന സീനിയറായ MA ബേബി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖമാണ്. പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രകാശ് കാരാട്ട് മുന്നോട്ട് വയ്ക്കുന്നത് MA ബേബിയുടെ പേരാണ്. സ്വന്തം ഘടകമായ കേരളത്തിൽ നിന്നുള്ള പിന്തുണ ബേബിക്ക് നിർണായകമാകും. BJPക്കെതിരെ നിൽക്കുമ്പോഴും കോൺഗ്രസുമായുള്ള സഹകരണത്തെ നഖശിഖാന്തം എതിർക്കുന്നതാണ് കേരള ലൈൻ. എന്നാൽ കോൺഗ്രസുമായി കൈകോർക്കേണ്ട സാഹചര്യമാണ് ഇന്ത്യ മുന്നണിയിലുള്ളത്. മലയാളിയായ ജനറൽ സെക്രട്ടറി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നത് കേരളത്തിൽ CPMന് തലവേദനയാകും. ആ നിലയിൽ മലയാളിയല്ലാത്തയാൾ ജനറൽ സെക്രട്ടറി എന്നതാണ് പിണറായി വിജയൻ്റെ താൽപ്പര്യമെങ്കിലും MA ബേബി ചിത്രത്തിൽ നിന്ന് പുറത്താകാൻ ഇടയുണ്ട്. മറിച്ച് മലയാളിയെ അമരത്ത് പ്രതിഷ്ഠിച്ച് കേരള ലൈനിലേക്ക് ദേശീയ നേതൃത്വത്തെ കൊണ്ടുവരാമെന്ന് പിണറായി ആഗ്രഹിച്ചാൽ ബേബിക്ക് സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ PBയിൽ ജൂനിയർ ആണെങ്കിലും പിണറായി വിജയന് കൂടുതൽ താൽപ്പര്യമുള്ള A വിജയരാഘവൻ ഒരുപക്ഷെ MA ബേബിയെയും മറികടക്കാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. EMS നമ്പൂതിരിപ്പാടിന് ശേഷം കേരളത്തിൽ നിന്നുള്ളയാൾ പാർട്ടി തലപ്പത്ത് എത്തിയിട്ടില്ല. ജിബിലി കുതിപ്പ്, ChatGPTയിൽ ട്രാഫിക് ബ്ലോക്ക്. സകുടുംബം ജാപ്പനീസ് ജിബിലി അനിമേഷൻ സ്റ്റൈലിൽ കാരിക്കേച്ചർ ചിത്രമായി മാറാൻ ആളുകൾ കൂട്ടത്തോടെ തള്ളിക്കയറിയതോടെ OpenAIയുടെ ChatGPT ബോട്ട് കുരുങ്ങി. ChatGPT കിട്ടാതെ വന്നതോടെ ശനിയാഴ്ച വൈകുന്നേരം മുതൽ അസ്വസ്ഥരായ യൂസേഴ്സ് സമൂഹമാധ്യമങ്ങളിലൂടെ രൂക്ഷമായി പ്രതികരിച്ചു. ശനിയാഴ്ച തുടങ്ങിയ പ്രശ്നം ഇന്നലെയും തുടർന്നു. അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നമാണെന്നും ക്ഷമ ചോദിക്കുന്നുവെന്നുമുള്ള പോപ്പ് നൽകി തടി കേടാകാതെ നോക്കിയ ChatGPT ഒടുവിൽ പ്രശ്നം പരിഹരിച്ചതായി അറിയിച്ചു. ആപ്പ് അത്രമേൽ ജനപ്രിയമായതിൻ്റെ സൂചനയാണിതെന്നും OpenAI സെർവർ ക്രാഷിൻ്റെ കാരണം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് 5 ദിവസത്തിനകം പ്രസിദ്ധീകരിക്കുമെന്നും ChatGPT വ്യക്തമാക്കി. ജിബിലി പണ്ടേ ഹിറ്റ്. ഗ്രാൻഡ് പ്രീ പുരസ്കാരം വരെ നേടിയ സിനിമകളൊരുക്കിയ സ്ഥാപനമാണ് ജപ്പാനിലെ ടോക്കിയോ ആസ്ഥാനമായ ജിബിലി ആനിമേഷൻ സ്റ്റുഡിയോ. സ്ഥാപകരിലൊരാളായ ഹവായോ മിയാസാക്കി മരുഭൂമിയിലെ ചൂടുകാറ്റ് എന്നർത്ഥം വരുന്ന ജിബിലി എന്ന പേരിട്ടത് ആനിമേഷൻ ലോകം മുഴുവൻ ചലനം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയോടെയാണ്. 1985 സ്ഥാപിച്ച സ്റ്റുഡിയോ നോസിക്ക ഓഫ് ദ വാലി ഓഫ് ദ വിൻഡ്, കാസിൽ ഇൻ ദ സ്കൈ, മൈ നെയ്ബർ ടോട്ടോറോ തുടങ്ങിയ സിനിമകളിലൂടെ ആദ്യകാലത്ത് തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധ നേടി. എന്നാൽ ജിബിലി സ്റ്റൈൽ അനിമേഷൻ തരംഗമാകുന്നത് ChatGPTയുടെ സഹായത്തോടെ ആരുടെ ചിത്രവും ഈ രൂപത്തിലേക്ക് മാറ്റാമെന്ന് വന്നതോടെയാണ്. ഛത്തീസ്ഗഡിൽ 50 മാവോവാദികൾ കീഴടങ്ങി.
ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ ഞായറാഴ്ച 10 വനിതകളടക്കം 50 മാവോവാദികൾ കീഴടങ്ങി. ഇതിൽ 14 പേരുടെ തലയ്ക്ക് 68 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാന സന്ദർശനത്തിന് മണിക്കൂറുകൾ മുൻപാണ് കീഴടങ്ങൽ. ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ കീഴടങ്ങുന്ന മാവോവാദികൾ കൂടി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കീഴടങ്ങിയത് 124 പേരാണ്. ഈ വർഷം ഇത് 280 വർദ്ധിച്ചതായി സുരക്ഷാവൃത്തങ്ങൾ അറിയിച്ചു. ഛത്തീസ്ഗഡിലെ സംഘർഷ മേഖലകളിൽ മാവോവാദികളെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനം CRPF ഇന്റലിജൻസ് വിഭാഗം ശക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ആകെ കീഴടങ്ങിയത് 787 പേരാണ്. ശനിയാഴ്ച ദന്തേവാഡയിൽ 15 പേർ കീഴടങ്ങി. 2026 മാർച്ചോടെ രാജ്യത്ത് നിന്ന് ഇടത് തീവ്രവാദം തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാവോവാദികളെ മുഖ്യധാരാ സമൂഹത്തിലെത്തിക്കാനുള്ള പ്രവർത്തനത്തിലാണ് അധികൃതർ. സൗദി ഒമാൻ അതിർത്തിയിൽ വാഹനാപകടം. മലയാളി ഉംറ സംഘത്തിലെ 3 പേർ മരിച്ചു. ഒമാനിൽ നിന്ന് ഉംറ തീർത്ഥാടനത്തിന് പുറപ്പെട്ട മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനം സൗദി അതിർത്തിയിൽ അപകടത്തിൽപ്പെട്ട് 2 കുട്ടികളടക്കം 3 മരണം. റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ സെക്രട്ടറിമാരായ കോഴിക്കോട് പയ്യോളി സ്വദേശി ഷിഹാബ് കാപ്പാട്, കണ്ണൂർ മമ്പറം സ്വദേശി മിസ്സബ് കൂത്തുപറമ്പ് എന്നിവരും കുടുംബാംഗങ്ങളുമാണ് ഒമാൻ സൗദി അതിർത്തിയായ ബത്ഹയിൽ ഞായറാഴ്ച രാവിലെ അപകടത്തിൽപ്പെട്ടത്. ഷിഹാബിൻ്റെ ഭാര്യ സഹല, മകൾ ആലിയ, മിസ്ബാൻ്റെ മകൻ ദഖ്വാൻ എന്നിവരാണ് മരിച്ചത്. കുട്ടികൾ അപകടസ്ഥലത്തും സഹല ആശുപത്രിയിലുമാണ് മരിച്ചത്. മിസ്ഹബിൻ്റെ ഭാര്യ ഹഫീനയ്ക്കും മറ്റു മക്കളും സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഹുഫൂങ് കിങ് ഫഹദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മിസ്ഹബും ഷിഹാബും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച മസ്കത്തിൽ നിന്ന് പുറപ്പെട്ട കുടുംബങ്ങൾ ഇബ്രി എന്ന സ്ഥലത്ത് തങ്ങി വിശ്രമിച്ചു. ശനിയാഴ്ച വൈകിട്ട് നോമ്പ് തുറന്ന ശേഷം സൗദിയിലേക്ക് യാത്ര തുടർന്നു. ബത്ഹ അതിർത്തിയിൽ ഞായറാഴ്ച രാവിലെ 8:30യോടെയാണ് അപകടം ഉണ്ടായത്. ലഹരിക്കടത്ത് അറിയിക്കാൻ വെബ് പോർട്ടൽ. ലഹരിക്കടത്തുകാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർക്ക് സുരക്ഷിതമായി കൈമാറാൻ വെബ് പോർട്ടൽ തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വ്യാപനം തടയാനുള്ള സർക്കാരിൻ്റെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിദ്യാർത്ഥികളുടെയും കൗമാരക്കാരുടെയും ലഹരി ഉപയോഗം തടയാനുള്ള കർമ്മ പദ്ധതി ഏപ്രിലിൽ നടപ്പാക്കും. സ്കൂൾ, കോളേജുകൾ, പൊതു ഇടങ്ങൾ എന്നിവയിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഇതിനുള്ളിൽ തയ്യാറാക്കും. വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പൊതുവിദ്യാലയങ്ങളിൽ സൂംബ ഡാൻസ് ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കും. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാൻ അധ്യാപക വിദ്യാർത്ഥി ജാഗ്രതാ സമിതി രൂപവൽക്കരിക്കും. അധ്യാപകർക്കുള്ള പരിശീലനം ഏപ്രിലിൽ പൂർത്തിയാക്കും. ഇരകളായ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥർ ദീർഘകാലം ഒരിടത്ത് തുടരുന്നത് അഴിമതിക്കിടയാക്കും. 1316 IASകാരുടെ കുറവെന്ന് പാർലമെന്റ് സ്ഥിരം സമിതി. ദീർഘകാലം ഒരിടത്ത് ഉദ്യോഗസ്ഥർ തുടരുന്നത് അഴിമതിക്ക് കാരണമാകുമെന്നും നിശ്ചിത സമയപരിധിക്കപ്പുറം ഒരു മന്ത്രാലയത്തിലും ജീവനക്കാർ തുടരുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും പാർലമെന്റ് സ്ഥിരം സമിതി. ഉദ്യോഗസ്ഥരെ 3 വർഷത്തിനു ശേഷം മാറ്റണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ധനകാര്യ മന്ത്രാലയത്തിലും മറ്റും ചില സുപ്രധാന മന്ത്രാലയങ്ങളിലും 9 വർഷം വരെ ഒരേ സ്ഥലത്ത് തുടരുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. വകുപ്പ് മേധാവിമാർ 4-5 തവണ മാറിയ സ്ഥലത്ത് ഉദ്യോഗസ്ഥർ തുടരുന്നു. രാജ്യത്ത് 1316 IAS ഓഫീസർമാരുടെ ഒഴിവ് നികത്താത്തത് ഭരണകാര്യക്ഷമതയെയും നിർവഹണത്തെയും സാരമായി ബാധിക്കുന്നതായി BJP MP ബ്രിജ്ലാൽ അധ്യക്ഷനായ സമിതി കുറ്റപ്പെടുത്തി. രാജ്യത്ത് IASകാർ 5542. നിലവിൽ രാജ്യത്ത് അനുവദിച്ച IAS തസ്തികകൾ 6858 നേരിട്ടുള്ള നിയമനം 4781 സ്ഥാനക്കയറ്റം വഴി 2077. എന്നാൽ നേരിട്ട് 3987 പേരും സ്ഥാനക്കയറ്റം വഴി 1555 പേരുമായി 5542 പേരാണ് സർവീസിലുള്ളത്. UPSC വഴി നേരിട്ടുള്ള നിയമനം വേഗത്തിലാക്കണമെന്നും സമിതി ശുപാർശ ചെയ്തു. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.